ഇന്നപ്പോൾ നമുക്ക് പാരിപ്പള്ളിയിലല്ല, പുത്തൻകുളത്തൊരു നിശ്ചയമുണ്ട്, അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അപ്പം മുടി എങ്ങനെ കെട്ടണോ, ഡ്രസ്സ് ഇത് മതിയോ, ഷാളിങ്ങനെ ഇടണോ, എൻ്റെ പൊന്നെ 100 കൂട്ടം ടെൻഷൻ. ഇത്രയും ടെൻഷൻ അടിക്കുന്ന എന്തിനാണ് ഗൈസ്, എനിക്കറിയാൻ വയ്യ. അങ്ങനെ ചേട്ടൻ എന്തൊക്കെയായാലും മോൻ്റെ മുടിയൊക്കെ ചീപ്പി കൊടുത്ത് സെറ്റാക്കി ഇറങ്ങാൻ നേരം അവൻ എന്തോ കുറുമ്പ് കാണിച്ച് ചേട്ടൻ്റെ എന്തോ വഴക്കും കിട്ടി. അവൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് തിരിച്ചോടി. ഞാൻ എങ്ങനെയെങ്കിലും കൈയും കാലും പിടിച്ചിട്ട് എന്തോ സോപ്പൊക്കെ ഇടണം, ഞാൻ എങ്ങനെയെങ്കിലും വണ്ടിക്കകത്ത് ഞാൻ അവനെ കയറ്റി. നമുക്ക് പണ്ടൊക്കെ നമ്മൾ പാരിപ്പള്ളിയിൽ പോകണം നല്ല ലോങ് ആയിട്ട് തോന്നും. പക്ഷേ ഇപ്പോൾ ഇല്ല, റോഡ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്ര പെട്ടെന്ന് എത്തിയെന്ന് എനിക്കൊരു അവിടെ ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് എടുത്തതേ ഉള്ളൂ. അത്രയും പെട്ടെന്ന് നമ്മൾ പാരിപ്പള്ളിയിലെത്തി. പാരിപ്പള്ളിയിൽ വല്യമ്മയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം അവിടുന്ന് നമുക്ക് ഈ നിശ്ചയത്തിനുള്ള ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ വല്യമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ബിജി ചേച്ചി എനിക്ക് ഷാളൊക്കെ കുത്തി തന്നു. ഷാളൊന്നും കുത്താൻ അറിഞ്ഞുകൂടാ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അറിയാം. ചില സമയത്ത് നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് വിട്ടു പോകും. പിന്നെ അവിടെ കിട്ടി, അവിടെ കണ്ട സാധനങ്ങളെല്ലാം കൂടെ വാരി തിന്ന് ചിപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ചെറിയൊരു ടെമ്പോ വാൻ ഉണ്ടായിരുന്നു. ടെമ്പോയ്ക്കകത്ത് നമ്മൾ ടെമ്പോ അല്ല ബസ്സിനകത്ത് കയറിയിട്ട് നേരെ ആ റിസോർട്ടിലോട്ട് ചെന്നു. അപ്പോഴത്തേക്കും നല്ല ചൂടായിരുന്നു. എൻ്റെ പിന്നെ ഉരുകി ഇറങ്ങിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കിട്ടിയ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചത്. ഇതാണ് ചേച്ചി, ഈ ചേച്ചിയുടെ മോളെ നിശ്ചയത്തിനാണ് പോണത്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു സൗണ്ട് കേട്ട് ഇതായിരുന്നു ഗൈസ്, പുതിയ പെണ്ണ് ചെറുക്കനും കൂടെ കാറിനകത്ത് വന്നിറങ്ങുന്നു. അവർ മറ്റേ ഫ്രണ്ട്സുകളൊക്കെ നല്ല ഭയങ്കര സൗണ്ടും കാര്യങ്ങളും വണ്ടിയുടെയൊക്കെ ഇരപ്പാന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവർ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം അതിലൊക്കെ വാരി തിന്നുന്നതാണ് കാണുന്നത്. ലച്ചൂസും എൻ്റെ മോനും മോളും എല്ലാം അവിടെ ഇരുന്ന് അതൊക്കെ വലിച്ചു വാരി തിന്നുന്നുണ്ടായിരുന്നു. പിന്നെ 2-3 പേരും കൂടെ എവിടെ ചെന്നാലും പിന്നെ അൺലിമിറ്റഡ് ആണല്ലോ നമുക്ക് കുരുത്തക്കേട്. അങ്ങനെ ബിജുവാണ് എന്താ മാങ്ങയൊക്കെ പറിച്ച് തന്നു. അങ്ങനെ മാങ്ങ കഴിച്ച് അണ്ടിക്കൂടായിട്ട് പോലും വണ്ടി വിട്ടില്ല ഗൈസ്.